ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 4 മുതൽ 5 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയുടെ ഫ്രോക്കാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരൊറ്റ കട്ടിങ്ങിൽ, ഒറ്റ പീസ് ക്ലോത്തിൽ ഒറ്റ കട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അതുപോലെ തന്നെ തുടക്കക്കാർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. ഇതിൻ്റെ ബാക്കി എല്ലാ അളവുകളും 1 മുതൽ 10 വയസ്സ് വരെയുള്ള അളവുകൾ നമ്മുടെ ആപ്പിലുണ്ടാവും. ആ അളവുകൾ നോക്കി നിങ്ങൾക്ക് ഏത് അളവിലുള്ള കുട്ടിയുടെയും ഫ്രോക്കുകൾ വളരെ ഈസിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് മൈ ഫ്രോക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1.25 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ക്ലോത്ത് ഞാൻ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേപ്പറിൽ കാണിക്കാം എങ്ങനെയാണ് ഇത് മടക്കിയിട്ടിരിക്കുന്നതെന്ന്. ഇതിപ്പോൾ ഫുൾ 1.25 മീറ്ററുള്ള ക്ലോത്താണെന്ന് വിചാരിക്കുക. ഇതിനെ കൃത്യം പകുതിയായിട്ട് ഇങ്ങനെ നമ്മളൊന്ന് മടക്കി, അങ്ങനെയാണ് ഇത് രണ്ടായിട്ട് ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനിയും ഈ ക്ലോത്തിനെ ഇങ്ങനെയും കൂടി ഒന്ന് മടക്കി. ഇത് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ക്ലോത്തിൻ്റെ പൊസിഷൻ. ഓക്കെ, മുകളിൽ 2 പീസ് വരുന്നുണ്ട്. ഇവിടെ 4 കിടക്കുന്ന പോർഷനാണ്. അതുപോലെ തന്നെ ഈ ഭാഗം ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. ഈ ക്ലോത്തിൻ്റെ ലെങ്ത് വന്നിട്ട് 24 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഒരു പീസിന്. അതുപോലെ തന്നെ വിഡ്ത്ത് ടോട്ടൽ 36 ഇഞ്ച് വീതി വരുന്ന ക്ലോത്ത് കൂടിയാണ്. അപ്പോൾ ഒരു പീസിന് 18 ഇഞ്ച് വീതിയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാം. ആദ്യം ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ കഴുത്തിൻ്റെ അകലം ഞാനിവിടെ വണ്ണമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 2.25 മാർക്ക് ചെയ്യുക. വണ്ണം കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെയൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടിത് വരയ്ക്കാം. ഇനിയും കഴുത്തിൻ്റെ ഇറക്കവും ഞാനിവിടെ 2.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് ഇറക്കം എടുത്തിരിക്കുന്നത്. 2.25 ഇഞ്ച് ഇറക്കം ഇവിടെ ഇതുപോലെ തന്നെ ഒരു ബോക്സ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ലൈനിൽ ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 24 ഇഞ്ചാണ്, ലൂസ് അടക്കം 23 ഇഞ്ചാണ് വരുന്നത്. 1 ഇഞ്ച് ഞാൻ ലൂസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 24 ഇഞ്ച്, 24 ഡിവൈഡഡ് ബൈ 4 നമ്മൾ തുണി മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 6 ഇഞ്ചാണ് വരുന്നത്. പിന്നെ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ടും കൊടുക്കുന്നു. അങ്ങനെ 7.5 ഇഞ്ചിൽ കൂടി ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മുടെ കട്ട് ചെയ്യേണ്ട ലൈനാണ്. ഇനി നമ്മളിത് ഈ ലൈനിൽ തന്നെ ആം ഹോൾ വരച്ച ഈ ലൈനില്ലേ, ഇതിൽ തന്നെ നമ്മുടെ വേസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുക, ലെങ്ത്. ഇവിടെ ഞാൻ 9 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് വരുന്നത്. 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വരുമ്പോൾ 9 ഇഞ്ചിലാണ് വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഷോൾഡർ തൊട്ട് കുട്ടിയുടെ വേസ്റ്റിൻ്റെ ആ പോർഷൻ ഒതുങ്ങിയ ഭാഗമില്ലേ, അവിടെ ഒന്ന് അളന്ന് നോക്കുക ലെങ്ത് എത്രയാണ് വരുന്നത് എന്ന്. ഈ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്ത ഭാഗത്തായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്തെ വിഡ്ത്ത് അല്ലെങ്കിൽ ആ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മളിവിടെ ചെസ്റ്റ് ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തതുപോലെ ഇവിടെ ഞാൻ 5.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 5.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനിയും ഈ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ സീം അലവൻസ് ഇവിടെ നമ്മൾ 7 ഇഞ്ചാണ് 1.5 ഇഞ്ച് കൂടി കൂട്ടിക്കൊടുത്തത്. അപ്പോൾ ഇവിടെയും 7 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ കട്ട് ചെയ്യേണ്ട മാർക്കിംഗ് ആണ്. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ വേസ്റ്റ് ഭാഗത്തെ ഈ ലൈനില്ലേ, ഇതിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു 2.5 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നു, ഈ ലൈനിൽ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി അതിന് ശേഷം കൈയുടെ ഈ പോർഷനും കഴുത്തിൻ്റെ ഈ പോർഷനും നമുക്ക് കർവ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൈയുടെ ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭാഗം വന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഈ പോയിൻ്റ് വരെ കട്ട് ചെയ്യുക. ഈ മാർക്കിംഗ് വരെ മാത്രം കട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തു. ഈ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, ഇനി അടുത്ത കട്ടിങ് വരുന്നത് ഈ ലൈനിൽ കൂടി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇവിടെ വരെ കട്ട് ചെയ്യുക. ഇങ്ങോട്ട് കട്ട് ചെയ്യരുത്. നമ്മളിവിടെ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്തുക. ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇവിടെ വരെയും കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിടർത്തി നോക്കാം. ഫ്രണ്ടും ബാക്കുമായിട്ടുള്ള പീസുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഷോൾഡറിൻ്റെ പോർഷൻ ക്ലോസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട്, നമ്മൾ ക്ലോത്ത് അങ്ങനെ മടക്കി ഇട്ടത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല.
അങ്ങനെയല്ല 2 പീസ് തുണിയായിട്ടാണെങ്കിൽ നിങ്ങൾ ഷോൾഡർ ആദ്യം സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇനി ബാക്ക് പോർഷനിൽ, ബാക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷനിൽ ഒരു ബാക്ക് ഭാഗത്തായിട്ട് ഒരു ഓപ്പണിങ് കൊടുക്കുക. ഒരു 2-2.5 ഇഞ്ച് താഴേക്ക് ഒന്ന് കട്ട് ചെയ്യുക സെൻറ്റർ ഭാഗത്ത്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യുക. ബാക്ക് പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് ഭാഗത്ത് ഒരു പടി വെച്ച് നമ്മൾ തയ്ക്കുക. നോർമലി തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചതിന് ശേഷം കഴുത്തിൻ്റെ പോർഷൻ പൈപ്പിംഗ് വെച്ച് തയ്ക്കുകയോ അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് തയ്ക്കുകയോ ചെയ്യാം. ഇല്ലെങ്കിൽ വെറുതെ മടക്കി തയ്ച്ചാലും മതി. നമ്മൾ പെറ്റിക്കോട്ട് തയ്ക്കുന്നത് പോലെ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് മടക്കി തയ്ക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ കൈയുടെ പോർഷനും മടക്കി തയ്ക്കുകയോ ക്രോസ് പീസ് വെച്ച് തയ്ക്കുകയോ ചെയ്യുക. ഇവിടുത്തെ നമ്മൾ ബാക്ക് ഭാഗത്ത് പടി വെച്ച് കണ്ടോ, പടി വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ പോർഷനും കൈയുടെ പോർഷനും മടക്കി തയ്ച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഫ്രണ്ട് പീസ് മാത്രം എടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ പീസാണ്, നമ്മളിങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെയാണല്ലോ നമ്മുടെ കട്ടിങ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ ഈ പീസ് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്ത് തയ്ച്ചെടുക്കുക. ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കുക. ഈ ഭാഗത്തേക്ക് തയ്യൽ തുമ്പിൻ്റെ ഇവിടം വരെ, ഇവിടെ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഏരിയയാണ്, അറിയാമല്ലോ, നമ്മൾ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടം വരെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ട് വിടുക. ഇവിടെ വരെയും ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്ത് ഈ പീസ് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്ത് തയ്ച്ച് വെക്കുക. അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ പോർഷൻ, ഓക്കെ, ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഇതേപോലെ ബാക്ക് പീസിലും പ്ലീറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ കണ്ടോ ഈ പ്ലീറ്റ്സ് കൊടുത്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറു സൈഡിലും പ്ലീറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല, ഇവിടെ പ്ലീറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ട് ഇതിന് 3 ഇഞ്ച് വീതിയാണ് വരുന്നത്. ഓക്കെ, ലെങ്ത് ഇത്രയും ലെങ്തുമാണ് വരേണ്ടത്. ഒരു 4 ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്. ഈ ക്ലോത്ത് ഇതുപോലെ ആദ്യം 2ആയിട്ട് മടക്കിയിട്ട് ഈ ഭാഗം ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വെച്ച് ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി, നമ്മൾ ഈ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്ന ഈ സ്റ്റിച്ചില്ലേ, ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വരെയും സ്റ്റിച്ച് ചെയ്യുക. ഈ ഭാഗവും ഇതേപോലെ തന്നെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഓക്കെ, ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ 2 ക്ലോത്തുകളും ചേർത്ത് തന്നെ വെക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇങ്ങനെ ഈ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൂടിയും ഈ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇങ്ങനെ 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ഒരു ബാൻഡ് പോലെ പടി വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലും കണ്ടോ, ഇതുപോലെ തന്നെ ബാക്ക് പീസിലും തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 സൈഡും കൂട്ടി തയ്ക്കുക. മറു സൈഡ് എടുത്തിട്ട് ഈ ഭാഗം തൊട്ട് താഴെ വരെയും കൂട്ടി തയ്ക്കുക. ഈ സൈഡിലും ഇതേപോലെ തന്നെ ഇവിടം തൊട്ട് താഴെ വരെയും തയ്ക്കുക. അതിനുശേഷം അടിഭാഗം ഡബിൾ ഫോൾഡ് കൊടുത്ത് മടക്കി തയ്ക്കുക. നമ്മളിത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡും കൂട്ടി തയ്ച്ചിട്ടുണ്ട്, അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭംഗിയുള്ള ഒരു ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി സ്റ്റിച്ചിങ്ങും കൂടിയാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇട്ടാലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ചും ഇതുപോലെ ഡിസൈനുള്ള ക്ലോത്ത് ആണെങ്കിൽ, സെൻറ്ററിൽ ഡിസൈൻ വരുന്ന ക്ലോത്ത് ആണെങ്കിൽ, അതുപോലെ തന്നെ തുടക്കക്കാർക്കും പെറ്റിക്കോട്ട് മാത്രം തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇതിൻ്റെ ബാക്കി എല്ലാ അളവുകളും നമ്മുടെ ആപ്പിലുണ്ടാവും, 1 മുതൽ 10 വയസ്സ് വരെയുള്ള അളവുകൾ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.